ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുമുള്ള അർജുനൻ്റെ ജഡം തിരിച്ചു കിട്ടിയതിനു ശേഷം ആ കുടുംബത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. അർജുനുമായിട്ട് ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിച്ചിരുന്ന മനാഫിന് വന്ന ഗതികേട്, അതിൽ സംഘികൾ അവിടെയും വിജയിച്ചു നിന്നു എന്ന ഒരു ദുഃഖകരമായ സത്യം. മാത്രമല്ല, ആ സംഘികളുടെ നിയന്ത്രണമുള്ള എന്ന് തോന്നിപ്പിക്കുമാറ് കേരള സംസ്ഥാനത്തിൻ്റെ പോലീസ് ആ അർജുനൻ്റെ മുതലാളിയും ഉടമയുമായ മനാഫിനെതിരെ എടുക്കുന്ന കേസ് ആലോചിച്ച് നോക്കുക. ഇതിനെ തുടർന്ന് ഒക്കെ കേരളത്തിൽ അനുദിനം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കൊക്കെ അറിയാം. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അർജുനൻ്റേതായി വന്ന ഒരു കത്തിനെ കുറിച്ച് ഒരു വൈറൽ വീഡിയോ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ആ വീഡിയോ സത്യത്തിൽ അത് അർജുൻ പറഞ്ഞതോ അർജുൻ എഴുതിയതോ ആയിട്ടുള്ള കവിതാ ശകലങ്ങളല്ല, അല്ലെങ്കിൽ പാട്ടുകളല്ല യഥാർത്ഥത്തിൽ. മറിച്ച് ഏതോ ഒരു മനുഷ്യ സ്നേഹിയുടെ മനസ്സിൽ ഉദിച്ച ഒരു 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 എന്താ പറയുക ഒരു വാക്കുകൾ മാത്രമാണത്. അപ്പോൾ ആ വാക്കുകളിൽ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ വാക്കുകളുടെ വരികളിൽ വിട്ടുപോയത് എന്ന നിലക്ക് ഞാൻ എൻ്റേതായിട്ട് ഒരു കവിത കൂടെ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാവരും സശ്രദ്ധം അത് നിരീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഈ കാലഘട്ടത്തിന് നമുക്ക് ഇത്തരത്തിലുള്ള ചേർത്തുപിടിക്കലും സൗഹാർദ്ദവുമാണ് ആവശ്യമായിട്ടുള്ളത്. ഒറ്റപ്പെടലും വേർപെടലും വെട്ടിമുറിക്കലുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. ജാതിഭേദം മതാദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഞാൻ എൻ്റെ കവിതയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും എന്നെ മറന്ന് പോയി നേരത്തും കിട്ടില്ല എന്ന് ഉറപ്പായ നേരത്തും ഒട്ടും പ്രതീക്ഷകൾ കൈവിട്ടിടാതെ മണ്ണിനടയിൽ എൻ അർജുനൻ ഉണ്ടെന്ന് തീർത്തു പറഞ്ഞയാളോടി. മഴയിലും മഞ്ഞിലും വെയിലിലും തളരാതെ നീണ്ട നാളങ്ങനെ ഓടി. ഓനെക്കൂടാതെ ഞാൻ നാട്ടിലേക്കില്ലെന്ന് തീർത്തു പറഞ്ഞയാൾ ഓടി. കിട്ടിക്കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ളവർക്കെന്നെ വേണ്ടാത്ത മാതിരിയായി. ഞാൻ ആ ചിതയിൽ കിടന്ന് കരിയുമ്പോൾ വീട്ടുകാർ പൊട്ടിത്തെറിക്കുന്നു കേട്ടു ഞാൻ. എന്തിക്കാക്കെൻ്റെ കെട്ടിയോളെ കെട്ടാൻ കാട്ടിയതത്രേ ഇതെല്ലാം. സംഘികൾ പാടി പറഞ്ഞ ഈ വാക്കുകൾ രണ്ടാമതും എന്നെ കൊന്നു. ഇത്ര മാത്രമേ ആ കവിതാശകലമുള്ളൂ. അപ്പം നിങ്ങൾക്കത് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. ഞാൻ പറയുന്നത് സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം അത് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.